Good morning, ma'am. Good morning. Good morning, ma'am. Good morning. മാം എല്ലാം മാറിയോ മാമിന്റെ? അത് കുറച്ച് പ്രോബ്ലം ഉണ്ട്, കുറച്ച് വെയിനിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്, ഞരമ്പിന് ഡിസ്ക് കംപ്ലൈന്റ് കഴുത്തില്. അപ്പോ കോളർ സജസ്റ്റ് ചെയ്തേക്കുക. ക്ലാസ് ഒഴിച്ച് ബാക്കിയുള്ള സമയത്ത് കോളർ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരുന്ന് തന്നിട്ടുണ്ട്, ടാബ്ലറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ 1 മാസം ഒന്ന് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. അതാ കുറച്ച് പ്രശ്നമാണ്. കഴുത്ത് വേദന 2 ആഴ്ചയോളം നീണ്ടു നിന്നേ. ഫിസിയോതെറാപ്പി ഒന്നും പറ്റില്ലേ മാം? ഇപ്പൊ അധികം പെയിൻ ഒന്നും ഇല്ല. ടാബ്ലറ്റ് ഒക്കെ തന്ന് കോളറൊക്കെ ഇട്ടപ്പോ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. റസീദ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ കുറവായോ എന്നൊക്കെ ചോദിച്ച് 2 ദിവസമായിട്ട്. റസീദക്ക് ഇന്ന് കേറാൻ പറ്റില്ലെന്ന് പറഞ്ഞു, ഇന്റേൺഷിപ്പിന് പോണ കാരണം. നമ്പർ പോയി, നമ്പർ അന്ന് തന്നിട്ട് കിട്ടിയില്ലായിരുന്നു. എനിക്ക് ആ സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ആയിപ്പോയി. അത് കാര്യമില്ല, കുഴപ്പമില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ ചോദിച്ചല്ലോ, സന്തോഷം. ഓക്കെ, അപ്പൊ പ്രെയർ കഴിഞ്ഞു, തോട്ട് ഓഫ് ദ ഡേ, സൈനിങ് എല്ലാം കഴിഞ്ഞല്ലേ? ഓക്കെ, അപ്പോ PG ബാച്ചിലുള്ളവർക്ക് എന്നെ അറിയാമായിരിക്കും. ബാക്കിയുള്ളവർക്ക് ഡിപ്ലോമ സ്റ്റുഡൻസിന് ഞാൻ ഫെമിലിയർ അല്ല. എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. ഞാനിവിടെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. നിങ്ങളുടെ ബാച്ചിന് മാമിന് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. വളരെ നല്ല ടീച്ചറാണ്. ഓക്കെ ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നൊരു പറയണോ മാം? കമന്റ് പറയണോ ടീച്ചറെ കുറിച്ച്? PG സ്റ്റുഡൻസ് കമന്റ് പറയണോ ടീച്ചറെ കുറിച്ച്? കമന്റ് പറയുന്നു. നമ്മള് ടീച്ചറെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്താലോ? വളരെ നല്ല ടീച്ചറാണ്, നന്നായി ക്ലാസ് എടുക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേരൊക്കെ നമുക്ക് സമയമില്ല, എനിക്ക് ഓരോരുത്തരെ പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ട്. ചില ആളുകൾ എനിക്കറിയാം, MTയിലെ തമന്നേനെ അറിയാം, പിന്നെ പ്രസീത, പിന്നെ ജോളി, പിന്നെ ഡെയ്സിൻ, അങ്ങനെ കുറച്ച് പേരെയൊക്കെ അറിയാം. അപ്പൊ നമുക്ക് കോൺവെക്കേഷന് വരുമ്പോ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ മാമിന്റെ അസുഖമൊന്നും ചോദിക്കാൻ പറ്റിയില്ല, തിരക്കായോണ്ട. അത് കുഴപ്പമില്ല കേട്ടോ, പ്രാർത്ഥിക്കുക, മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുണ്ട് 100% ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് മാം. നല്ല മാമാൻ, സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്കിപ്പോ ഇനി അപ്കമിങ്, അതായത് സാറ്റർഡേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോ മറ്റ് മിസ്സുമാര്, അപർണ മിസ്സും ആതിര മിസ്സും ഒക്കെ നിങ്ങളെ കുറച്ച് മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇല്ലേ, കാണിച്ചില്ലേ? മെറ്റീരിയൽസ് കാണിച്ചായിരുന്നോ? അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് മെറ്റീരിയൽസ്, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. മാത്തമാറ്റിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ സെൻസോറിയൽ ഏരിയയുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ഉണ്ട്, അങ്ങനെ പിന്നെ ലാംഗ്വേജ് ഏരിയയുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസും ഉണ്ട്. അപ്പൊ പലതരം മെറ്റീരിയൽസ് ആണ് നമുക്കുള്ളത്. അപ്പോ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 3-ലാണ് നമ്മുടെ പാർട്ട് 1. അതിനകത്ത് പാർട്ട് 1 എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇപ്പൊ എടുക്കുന്നത്. പാർട്ട് 2, പാർട്ട് 3 ഒക്കെ എടുക്കാനായിട്ട് ഉള്ള സമയം നമുക്കില്ല. അപ്പോ പാർട്ട് 1 ഒഴിച്ച് പാർട്ട് 1-ല് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം. പിന്നെ അതുപോലെ തന്നെ പാർട്ട് 2, പാർട്ട് 3 ഒക്കെ പാർട്ട് 4 ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അതിനകത്ത് കുറേയധികം ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്, കുറേയധികം ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിക്കുക, എന്നിട്ട് അത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള മെറ്റീരിയൽസ് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ മൊഡ്യൂൾ 3 പാർട്ട് 1-ലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ പാർട്ടാണ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ കേട്ടോ. അപ്പൊ ആദ്യത്തെ പേജ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക. ഈ ഭാഗം നിങ്ങൾക്ക് ആരും എടുത്തിട്ടില്ലല്ലോ? ഈ ഭാഗം ഒന്ന് ആദ്യം റീഡ് ചെയ്യുക കേട്ടോ, നന്നായിട്ടൊന്ന് റീഡ് ചെയ്യുക.
മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് എല്ലാവരോടും ഇതിന്റെ പ്രിന്റ് ഔട്ട് എല്ലാവരുടെയും ഉണ്ടോ അതോ PDF ആയിട്ടാണ്? എൻ്റെ ഇത് കാണുന്നില്ല. നിങ്ങളുടെ കയ്യിലില്ലേ പ്രിന്റ് ഔട്ട് ഇല്ലേ ഇതിന്റെ? ക്ലാസ് റൂമിൽ ക്ലാസ് റൂമില് ടെക്സ്റ്റ് ഉണ്ടല്ലോ. ടെക്സ്റ്റ് ഞാനിത് പ്രിന്റ് ചെയ്തിട്ടില്ല. PDF എടുത്തവർക്ക് ടെക്സ്റ്റ് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, വായിച്ചു അല്ലേ? അപ്പൊ ഞാനിത് ഫുള്ളായിട്ട് പാരഗ്രാഫ് ഒന്നും ഞാൻ വായിച്ചിടുന്നില്ല, അതിന്റെ മീനിങ് മാത്രം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് പ്രാക്ടിക്കൽ ലൈഫ് എന്ന് നോക്കാം നമുക്ക്. പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, മീൻസ് ബേസിക്, യൂസ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ അല്ലെ? അതെ, അതായത് ഒരു ജീവിതം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ്. അതിനൊരു മീനിങ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ജനിക്കുന്നത് തുടങ്ങി, നിങ്ങൾ ടെൻഡൻസീസിൽ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ, ജനിക്കുന്നത് തുടങ്ങി മരിക്കുന്നത് വരെ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു അല്ലെ? ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോ കുക്കിംഗ് ആവാം, അല്ലെങ്കിൽ എന്താ പറയാ, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ലൈഫുമായിട്ട്, നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് മോണ്ടിസോറി മെറ്റീരിയൽസിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് പ്രാക്ടിക്കൽ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്ത് മോണ്ടിസോറി മെറ്റീരിയലിനെ എങ്ങനെ ഉപയോഗിക്കാം, അപ്പൊ അത്തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് എങ്ങനെ നടത്താം എന്നതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ആ കുട്ടിയുടെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ അവൻ എന്തൊക്കെയാണ് ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, അവൻ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത്, അപ്പൊ അവന്റെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലോട്ട് കടക്കുമ്പോൾ അവന് വളരെയധികം ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. അപ്പൊ അവനെ അതിന് പ്രാപ്തനാക്കുന്നത് പല പല ചെറിയ ആക്ടിവിറ്റികളാണ്. അങ്ങനെ ആ ഒരു ആക്ടിവിറ്റികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് മോണ്ടിസോറി മെത്തേഡിന്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫ്, അതിന്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോൾ കുട്ടിയുടെ ഡെവലപ്മെന്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കുട്ടിയുടെ മൂവ്മെന്റ്സിന് സഹായിക്കുക അല്ലെ? ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ട് അല്ലെ? അവരുടെ കൈകൾ ചലിക്കുന്നത്, അതുപോലെ കണ്ണ്, അതുപോലെ തന്നെ കൈ അല്ലെ, ഐ ഹാൻഡ് കോർഡിനേഷൻ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് മോണ്ടിസോറി ആക്ടിവിറ്റീസിൽ. അപ്പൊ പ്രധാനമായിട്ടും അവരുടെ മൂവ്മെന്റിനെ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടി ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് കുട്ടി ശ്രമിക്കും അല്ലെ? അതായത് ഓരോ കാര്യങ്ങളും തനിയെ ചെയ്യുന്നതിലൂടെ അവൻ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് ശ്രമിക്കുന്നു.
അതുപോലെ തന്നെ സമൂഹവുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് അവൻ പഠിക്കുന്നു. അല്ലെ, ആളുകളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നു. നിങ്ങൾ തന്നെ ഇപ്പോ ഈ ഒരു മോണ്ടിസോറി കോഴ്സിന് ചേർന്നപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഉണ്ടായ ആ ഒരു അപ്രോച്ച് ആയിരിക്കില്ല നിങ്ങൾക്ക് തമ്മിൽ എല്ലാവർക്കും, അല്ലെ, ഇന്ററാക്ഷൻ ഒക്കെ കൂടിയിട്ടുണ്ടാവും, അല്ലെ. ഓരോരുത്തരും തമ്മിൽ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകാം, പരസ്പരം സഹായിക്കുന്നുണ്ടാകാം. അപ്പൊ അത്തരത്തില് കുട്ടി സമൂഹവുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കൂടുന്നു, കുട്ടിയുടെ ശ്രദ്ധ കൂടുന്നു. ഓരോരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അവന്റെ ശ്രദ്ധ അവിടെ കൂടിക്കൊണ്ടിരിക്കുവാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ എന്താ പറയാ ഒരു ഹെൽപ്പിംഗ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നു. മനസാക്ഷി എന്ന് പറയുമല്ലേ നമ്മള്, അതായത് എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സ്, എല്ലാവരെയും മനസ്സിലാക്കാനുള്ള മനസ്സ്, അതൊക്കെ കൂടി വരുവാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിന്താശേഷി വർദ്ധിക്കുന്നു, കുട്ടിയുടെ തോട്ടുകൾ കൂടുന്നു, കുറെ കാര്യങ്ങൾ അവൻ അങ്ങനെ ചിന്തിക്കുന്നു. ആക്ടിവിറ്റീസ് ഒക്കെ അവന് കൊടുക്കുമ്പോൾ അവൻ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടാവാം. ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി നീറ്റായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവന്റെ ചിന്താശേഷിയും വർദ്ധിക്കുന്നു. അപ്പൊ ഇത്തരത്തിലാണ് മോണ്ടിസോറി ആക്ടിവിറ്റീസ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. ക്ലിയർ അല്ലേ? Yes, ma'am. then അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ആണ് കേട്ടോ. അതിനകത്ത് ആദ്യം വരുന്നത് ടു ഇംപ്രൂവ് ഇൻ സെൽഫ് നോളജ് ആണ്. സെൽഫ് നോളജ് അതായത് കുട്ടിക്ക് സ്വയം കുട്ടിയുടെ അറിവ് മെച്ചപ്പെടുത്തുക. ഓരോരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ അറിവ് എന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ ഇൻക്രീസ് ചെയ്യും, അല്ലെ, കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ അവരുടെ സെൽഫ് നോളജ് ഇംപ്രൂവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ദ ചൈൽഡ് കോൺസെൻട്രേഷൻ, കുട്ടിയുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക, ശ്രദ്ധ കൂട്ടുക എന്നുള്ളത്. അതുപോലെ തന്നെ ഡെവലപ്പ് ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്, കുട്ടിയുടെ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ഹെൽപ്പ് ചിൽഡ്രൻ ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ്, കുട്ടിയെ സ്വാതന്ത്ര്യത്തിലേക്ക് നീക്കുക, അല്ലെ, അതായത് കുട്ടി കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. then to create order, ഓർഡറിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഓർഡറിൽ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കുട്ടി പഠിക്കും, അല്ലെ. ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് ഓർഡർ എന്ന് പറയുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഓർഡർ ഓർഡർ പഠിച്ചിട്ടില്ല? ഇല്ല. പഠിച്ചിട്ടില്ല? ഓർഡർ എന്ന് പറയുന്നത് അതൊരു ടെൻഡൻസിയാണ്. 14 ടെൻഡൻസിയിൽ വരുന്ന ഒരു ടെൻഡൻസിയാണ് ഓർഡർ എന്ന് പറയുന്നത്. ആ ഓർഡർ എന്ന് പറയുന്ന ടെൻഡൻസി, അതായത് ഒരു മനുഷ്യൻ ജനിക്കുന്നത് തുടങ്ങി മരിക്കുന്നത് വരെ അവന്റെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം തന്നെ നോക്കിയാൽ മതി, നിങ്ങളുടെ ലൈഫ് ഒന്ന് നോക്കിക്കേ. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഒരേപോലെയുള്ള കാര്യങ്ങളായിരിക്കും ഡെയിലി ചെയ്യുന്നത്, അല്ലെ. എന്തെങ്കിലും വ്യത്യാസം വരാറുണ്ടോ? പ്രത്യേകിച്ചും സ്ത്രീകള്, അല്ലെ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കിച്ചണിൽ കയറുന്നുണ്ട്, അല്ലെ. പിന്നെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ട്, അതുപോലെ തന്നെ തിരിച്ചവര് വരുമ്പോൾ അവർക്ക് ചായ കൊടുക്കുന്നുണ്ട്, പിന്നെ അവരെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ, അവരെ ഉറക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ഓർഡറിലാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാല് ആ ഓർഡർ തെറ്റില്ലേ? Yes, ma'am. അല്ലെ. അപ്പോ അത് ഡിസോർഡർ ആകും. ഡിസോർഡർ വരും നമ്മുടെ ജീവിതത്തിൽ. അപ്പോഴാണ് നമ്മൾ ഡൗൺ ആകുന്നത്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും മുടക്കം വരുമ്പോൾ, എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഡിസോർഡറിലേക്ക് പോകും. ഓക്കെ. അപ്പൊ കുട്ടികളുടെ കാര്യവും ഇത് തന്നെയാണ്. ഒരു കാര്യം നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാല് അതവൻ കൃത്യമായിട്ട് ഓർഡറിലായിരിക്കും ചെയ്യുന്നത്. ഇനി ഓർഡറിലല്ല അത് ചെയ്യുന്നതെങ്കിൽ അവന്റെ മൈൻഡ് അവിടെ ഡൗൺ ആകും, അവന് നിരാശ വരും, സങ്കടം വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോ എന്താണ്? ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത്തരം ആക്ടിവിറ്റീസിലൂടെ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻക്രീസ് എ ഗുഡ് സെൽഫ് ഇമേജ്, അവന്റെ സെൽഫ് ഇമേജ് എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ആകുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഹിസ് എൻവയൺമെന്റ്, അതായത് അവന്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ്, അവരുടെ ചുറ്റും എന്തൊക്കെയാണുള്ളത്? ജീവജാലങ്ങൾ ഉണ്ടാവാം, അല്ലെ, ജന്തുക്കൾ ഉണ്ടാവാം, സസ്യങ്ങൾ ഉണ്ടാകാം, പ്ലാന്റ്സ് ഉണ്ടാവാം, അതുപോലെ നക്ഷത്രങ്ങൾ ഉണ്ടാകാം. അങ്ങനെ കുറേയധികം നമ്മുടെ എൻവയൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതിനെ അവൻ മനസ്സിലാക്കുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു.
അതുപോലെ തന്നെ അതിനെ അവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. ഓരോരോ അവന്റെ സറൗണ്ടിങ്സിലുമുള്ള, അത് മനുഷ്യരായിക്കോട്ടെ, അതുപോലെ പ്ലാന്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജീവികളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനെ അവൻ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്പ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അവന് ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നു, റെസ്പോൺസിബിലിറ്റി കൂടുന്നു. അതായത് ഓരോ ആക്ടിവിറ്റീസും നമ്മൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ കൂടിക്കൂടി വരുന്നത്. ഓക്കെ. ദെൻ എയ്ഡ് ദ ചൈൽഡ് ഇൻ ഹിസ് കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ അവന്റെ കൺസ്ട്രക്ഷൻ മൈൻഡ് ഡെവലപ്പ് ആകുന്നു. ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഒരു ബിൽഡിംഗ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, അവനിപ്പോ ഒരു മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ അത് കൊണ്ടുപോകാം എന്നുള്ള മൈൻഡ് അവന് രൂപപ്പെടുന്നു. അപ്പൊ ഇത്രയുമാണ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് മെറ്റീരിയൽസ്. അതായത് പ്രാക്ടിക്കൽ ലൈഫ് മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾസ്, അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്, മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈച്ച് മെറ്റീരിയൽ മസ്റ്റ് ഹാവ് എ പ്രിസൈസ് പർപ്പസ് ആൻഡ് എ മീനിങ് ടു ദ ചൈൽഡ്. കുട്ടിക്ക് കൊടുക്കുന്ന ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കണം, ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ അർത്ഥം ഉണ്ടായിരിക്കണം. നമ്മൾ വെറുതെ ആയിരിക്കരുത് ഒരു മെറ്റീരിയൽ കൊടുക്കേണ്ടത്, അല്ലെ? ആ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പിങ്ക് ടവർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നിങ്ങളുടെ അടുത്ത് കാണിച്ചു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അത് കൊടുത്തു എന്ന് വിചാരിക്കാം. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഓക്കെ. കളിക്കാനായിരിക്കരുത്, ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത് ഇത് കൊടുക്കുന്നത്, അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ഡിഫിക്കൽട്ടി ഓർ ദ എഫേർട്ട് ദാറ്റ് ദ ചൈൽഡ് ഈസ് ടു ഡിസ്കവർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് മസ്റ്റ് ബി ഐസോലേറ്റഡ് ഇൻ എ സിംഗിൾ പീസ് ഓഫ് മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ കൊടുക്കുമ്പോൾ അതിന്റെ ഈച്ച് ആൻഡ് എവറി പാർട്ട് ആ കുഞ്ഞ് അറിഞ്ഞിരിക്കണം. ഓക്കെ. വെറുതെ നമ്മൾ കൊടുത്താൽ മാത്രം പോരാ, അത് കുഞ്ഞിന് നമ്മൾ ഇപ്പൊ നിങ്ങളൊരു ടീച്ചറായിട്ട് ഒരു സ്ഥലത്ത് കയറുമ്പോൾ, ഒരു മോണ്ടിസോറി സ്കൂളിലാണ് പഠിപ്പിക്കാനായിട്ട് കയറുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മെറ്റീരിയൽസ് ഉണ്ടാവും, അല്ലെ? ഉണ്ടാവില്ലേ? മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ? അപ്പൊ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മെറ്റീരിയലിന്റെ ഓരോ പാർട്ടും എന്ത് ചെയ്തിരിക്കണം, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ വരുന്നത്. Then മൂന്നാമത്തെ പോയിന്റ് the material development from simple to more complex design and usage. അതായത് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അത് സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക് ആയിരിക്കണം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഞാൻ. ഇപ്പൊ നമ്മുടെ ഒരു മോണ്ടിസോറി ക്ലാസ് റൂം ഒന്ന് നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിക്കുക. ആ മോണ്ടിസോറി ക്ലാസ് റൂമിൽ തീർച്ചയായിട്ടും കബോർഡുകൾ അല്ലെങ്കിൽ പല പല എന്താ പറയാ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ടാകും. കബോർഡുകളോ അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ ടേബിൾസ്, ഷെൽഫുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്കായിരിക്കും മെറ്റീരിയൽസ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അതായത് കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഓക്കെ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം ആദ്യം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ദെൻ പിന്നീടാണ് കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോ ഇത് ഷെൽഫിൽ അല്ലെങ്കിൽ കബോർഡുകളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ എന്ത് ചെയ്തിരിക്കണം, ആദ്യം സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് ഏറ്റവും താഴെ സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് വെക്കണം. അതിനുശേഷം പിന്നെ മുകളിലോട്ടായിരിക്കണം എന്ത് കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് വെക്കും. ഓക്കെ ആണോ? 3 പോയിന്റും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് the materials are designed to prepare the child discursively for future learning. അതായത് ഫ്യൂച്ചറിൽ, ഭാവിയിലേക്ക് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതായത് ഭാവിയിൽ അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ, സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാവുന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. ദെൻ അഞ്ചാമത്തെ പോയിന്റ്
The materials begin as a concrete expression of an idea and gradually become more and more abstract. അതുപോലെ തന്നെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയാ നല്ലൊരു എന്താ പറയാ ഒരു ഐഡിയയുമായി ബന്ധപ്പെട്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം മെറ്റീരിയൽ എന്ന് പറയുന്നത്. ചിലപ്പോ കുഞ്ഞുങ്ങൾക്കത് സിമ്പിൾ ആയിട്ട് എന്താ പറയാ, ഒരു കുട്ടിക്ക് ആദ്യം നമ്മൾ ഒരു മെറ്റീരിയൽ നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി അത് ടച്ച് ചെയ്യും, അതുപോലെ തന്നെ അത് നേരിട്ട് കാണും, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അതുവഴിയിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ കുട്ടികളെ അതിന്റെ ഐഡിയ എന്താണെന്ന് പഠിപ്പിക്കുന്നത്, അല്ലെ? പിന്നെ അതേ കാര്യം തന്നെ അവര് മനസ്സിൽ അത് റിക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇപ്പോൾ പിങ്ക് ടവർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടിയെ കൊണ്ട് ആദ്യം ചിലപ്പോൾ ആ കുട്ടിയെ നമ്മളത് ടച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കും, അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കും. അതിലൂടെ ആ കുട്ടി അത് ടച്ച് ചെയ്തും അതുപോലെ തന്നെ മനസ്സിലാക്കിയൊക്കെ പഠിക്കും. പിന്നീട് ആ കുട്ടിക്ക് എന്ത് വരും, അത് മനസ്സിൽ വരും, അല്ലെ? ഇപ്പൊ നിങ്ങളെ പല മെറ്റീരിയൽസും ടീച്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്ക് ഒരു എന്താ പറയാ അധികം ഫെമിലിയർ അല്ലായിരുന്നു അത് കണ്ടപ്പോൾ, അല്ലെ? പിന്നീടാണ് നിങ്ങളത് മനസ്സിലാക്കിയത്. പിന്നെ ആ പേര് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണത് വരുന്നത്, അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും ആ കാര്യം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതാണ് 5th പോയിന്റ് പറയുന്നത് കേട്ടോ. ഇനി നേരെ നമുക്ക് 6th പോയിന്റിലോട്ട് കിടക്കാം. ഈ ലാസ്റ്റത്തെ പോയിന്റ് പറയുന്നത് ഓട്ടോ എഡ്യൂക്കേഷന് സാധിക്കും എന്നുള്ളതാണ്. കുട്ടികളുടെ ഓട്ടോ എഡ്യൂക്കേഷൻ. എന്താണ് ഓട്ടോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? അതായത് മോണ്ടിസോറി മെറ്റീരിയൽസ് പഠിക്കുന്നതിലൂടെ സ്വയം തെറ്റുകൾ മനസ്സിലാക്കി ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് കുട്ടി ശ്രമിക്കും. ഓക്കെ, സ്വയം തെറ്റുകളാണ് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ബ്രൗൺ സ്റ്റേഴ്സ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. ബ്രൗൺ സ്റ്റേഴ്സ് ടീച്ചർ കാണിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ബ്രൗൺ സ്റ്റേഴ്സിൽ വരുന്നത് 10 സ്റ്റെപ്പുകളും 11ാമത്തത് കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്ന ഒരു ഇതാണ് അവിടെ വരുന്നത്. അപ്പോ സ്റ്റെപ്പുകള്, അതായത് സ്റ്റെയറുകള് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ആ കൺട്രോൾ ഓഫ് എറർ വഴി നമുക്ക് എന്ത് ചെയ്യാം, ആ തെറ്റുകൾ തിരുത്താനായിട്ട് സാധിക്കും. കുട്ടിക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ശരിയായി വെക്കാനും സാധിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഓട്ടോ എഡ്യൂക്കേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്വയം കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതും എന്താണ്, മോണ്ടിസോറി മെറ്റീരിയൽസ് സഹായിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ് ഒന്ന് നിങ്ങൾ വായിക്കുക കേട്ടോ. ഈ ഒരു പേജ് ഒന്ന് റീഡ് ചെയ്യുക.
ഓക്കെ, ഇവിടെ താഴെ പറയുന്നത് നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ക്ലാസ് റൂമിലായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ആർ കെപ്റ്റ് ടുഗദർ ഇൻ എ സ്മോൾ ബാസ്കറ്റ് or on a tray. It should be grouped and kept together according to the level of development to which they correlate and must be taken from and returned to its original place. Okay, എന്താ ഇവിടെ മീൻ ചെയ്യുന്നേ തമന്ന? എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? ഫസ്റ്റ് വൺ ഇല്ലേ, അതിനകത്താ ഞാൻ നോക്കുന്നത്. മെറ്റീരിയൽസ് ആർ കെപ്റ്റ് ടുഗദർ, അതല്ലേ? അത് തന്നെ. മെറ്റീരിയൽസ് അതായത് എല്ലാ മെറ്റീരിയൽസും ഇതുപോലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഒരുമിച്ച് ഒരു ചെറിയ ബാസ്ക്കറ്റിലോ ഒരു ട്രേക്കകത്തോ ആയിരിക്കും സൂക്ഷിച്ചു വെക്കുന്നത്. ഇത് ഗ്രൂപ്പ് ചെയ്ത് അതായത് മെറ്റീരിയൽസിന്റെ ഓരോ പാർട്ടുകള് പ്രത്യേകം ഗ്രൂപ്പ് ചെയ്ത് ഒരുമിച്ച് കീപ്പ് ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാല് എങ്ങനെയാണ് പിള്ളേർക്ക് നമുക്കിത് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ബൈനോമിയൽ ക്യൂബ് ആണെങ്കിൽ അതിൻ്റെതെല്ലാം ഒരു സെറ്റിൽ തന്നെ അത് വെക്കും ഒരു സൈഡില്. അങ്ങനെ അതാണെന്ന് തോന്നുന്നു മാം ഒരു അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ അത് എടുത്തിട്ട് അതേപോലെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ച് കീപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അത് സൂക്ഷിക്കുന്നത് ചിലപ്പോൾ ഒരു സ്മോൾ ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ട്രെയിലോ ആയിരിക്കാം. ഓക്കെ, അത് സൂക്ഷിക്കുന്നതായാലും അത് കെപ്റ്റ് ചെയ്യുന്നതായാലും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് മെറ്റീരിയൽസ് കൊടുക്കുമ്പോഴും നമ്മൾ ഒരു ട്രേ ഉണ്ടാകും. ട്രെയിൽ വെച്ചിട്ടായിരിക്കും മാറ്റ് ഇരിക്കും. ആദ്യം ഒരു മാറ്റ് ഉണ്ടാവും, ഒരു ടേബിൾ ആദ്യം സെറ്റ് ചെയ്യണം. ഇപ്പൊ പഴയ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ പഴയ രീതികൾ എന്നൊക്കെ പറഞ്ഞാൽ തറയിൽ വെച്ചിട്ട് ഫ്ലോറിൽ വെച്ചിട്ടൊക്കെയാണ് മാറ്റ് വിരിച്ച് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആയി ഇപ്പൊ ടേബിളിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു മാറ്റ് വിരിക്കും, എന്നിട്ട് ഒരു ട്രേ കൊടുക്കും. ആ ട്രേയിലായിരിക്കും മെറ്റീരിയൽസ് ഉണ്ടാവുക. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോ നമ്മള് ആദ്യം തന്നെ നമ്മളായിരിക്കും, അതായത് ടീച്ചേഴ്സ് ആയിരിക്കില്ല എന്ത് ചെയ്യേണ്ടത്, ഈ മെറ്റീരിയൽസ് എടുത്ത് കൊടുക്കേണ്ടത് അല്ലെ. മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷെൽഫ് ഉണ്ട്. ആ ഷെൽഫിൽ പോയിട്ട് കുട്ടി തന്നെ എന്ത് ചെയ്യണം, മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് അത് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു മാറ്റ് ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ ഒരു ട്രേയും ഉണ്ടാകും. ഓക്കെ, ട്രേ എല്ലാ കാര്യത്തിനും നിർബന്ധമില്ല, എന്നിരുന്നാലും ട്രേ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിയുമ്പോൾ എവിടെ നിന്നാണോ കുട്ടി എടുത്തത് അവിടെ തന്നെ എന്ത് ചെയ്തിരിക്കണം, കുട്ടി തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കണം. ഇതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. മെറ്റീരിയൽസ് ആർ കെപ്റ്റ് വിത്തിൻ ദെയർ റീച്ച്. അതായത് കുട്ടികൾ എന്ന് പറയുന്നത് നമുക്കറിയാം അവർക്ക് അധികം പൊക്കമോ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെ. എല്ലാവരും ഒരു ആവറേജ് ആയിരിക്കും. അതായത് ഇപ്പൊ 3 to 6 years വരുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് സെയിം ആയിരിക്കും അവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഏകദേശം എല്ലാവർക്കും അല്ല, എന്നിരുന്നാലും ഒട്ടുമിക്ക പേർക്കും എല്ലാവർക്കും സെയിം ആയിരിക്കും. അപ്പോ ഈ കുട്ടികൾക്ക് കയ്യെത്തി പിടിക്കാവുന്ന രീതിയിലായിരിക്കണം എന്ത് വരേണ്ടത്, മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, നിങ്ങള് ബട്ടൺ ഫ്രെയിം, അതുപോലെ തന്നെ ബെൽറ്റ് ഫ്രെയിം, അതുപോലെ തന്നെ എന്താ പറയാ വെൽക്രോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മിസ്സുമാര് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് ഫ്രെയിം വന്നിട്ടുണ്ട് അല്ലെ, ചിലതിന് ഫ്രെയിം വന്നിട്ടുണ്ട്. ഇപ്പൊ ബെൽറ്റ് ഫ്രെയിം ഒക്കെ ആണെങ്കിൽ ഇതിന് കറക്റ്റ് ഫ്രെയിം വന്നിട്ടുണ്ട്. വുഡിലാണ് അത് ചെയ്യുന്നത്. അതായത് മോണ്ടിസോറി മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയിലായിരിക്കും ആ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നല്ല വുഡൻ പീസ് ആണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ബെൽറ്റ് ഫ്രെയിം എന്ന് പറയുന്ന ആ ഫ്രെയിം എന്ന് പറയുന്നത് അത് സ്കൂളില്, അതായത് ക്ലാസ് റൂമില് വാളിലാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് കാണിച്ചിട്ടുണ്ടാവുമല്ലോ, വുഡ് കാണിച്ചില്ലേ ഇത് സൈഡില് കാണിച്ചായിരുന്നു. അപ്പോ അതിനകത്ത് എന്തുണ്ട്, അതായത് നമ്മൾക്ക് സ്ക്രൂ ചെയ്ത് വെക്കാനുള്ള സൗകര്യം അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അല്ലെ. അപ്പോ അത് ശരിക്കും വെക്കേണ്ടത് ഏറ്റവും മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, കുട്ടികൾക്ക് അത് കൈയെത്തി പിടിക്കാനായിട്ട് പറ്റില്ല. മറിച്ച് കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ച് വേണം നമ്മളത് വോളില് ഫിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഷെൽഫിലായാലും നമ്മൾ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ കൈ എത്തിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ? ഓക്കെ മാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഓഫ് ദ റൈറ്റ് സൈസ്, വെയിറ്റ്, ക്ലീൻ ആൻഡ് ഇൻടാക്ട്. ഓക്കെ, അതായത് ഈ ഒരു മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അത് റൈറ്റ് സൈസ്, അതായത് കുട്ടികൾക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈസിലായിരിക്കണം അത് ഉണ്ടാവേണ്ടത്.
അതുപോലെ തന്നെ ഇതിന്റെ വെയിറ്റ്, കുഞ്ഞുങ്ങളുടേത് കുഞ്ഞു കൈയാണ് അല്ലെ, വളരെ കുഞ്ഞു കൈകളാണ് അവരുടെ. അതുകൊണ്ട് തന്നെ അവർക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ് ആയിരിക്കണം മെറ്റീരിയൽസിന് ഉണ്ടാവേണ്ടത്. പിന്നെ എപ്പോഴും മെറ്റീരിയൽസ് തുടച്ച് വൃത്തിയായി വെക്കണം, നീറ്റ് ആയിട്ട് വെക്കണം. അതായത് ഒരു തുണി ഏതെങ്കിലും നമ്മൾക്കൊരു ക്ലോത്ത് കൊണ്ട് എന്ത് ചെയ്തിരിക്കണം, അത് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം അത് തിരിച്ചു വെക്കാനായിട്ട്. ഇൻടാക്ട് എന്ന് പറഞ്ഞാൽ വൂൾ ആയിരിക്കണം എന്നാണ് കേട്ടോ, വൂൾ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആർ എക്സ്റ്റാക്ട് among themselves with the exception of the variable quality which they possess. അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെയും മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എക്സാക്ട് സിമിലർ ആയിരിക്കണം. ഒരു 5 കുട്ടികൾക്ക് നമ്മൾ ഒരേപോലുള്ള 5 മെറ്റീരിയൽസ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ 5 കുട്ടികൾക്കായിട്ട് നമ്മൾ 5 പിങ്ക് ടവർ കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ പിങ്ക് ടവർ എന്ന് പറയുന്നത് 5ഉം സിമിലർ ആയിട്ട് വേണം ഉണ്ടാവേണ്ടത്. സിമിലർ അല്ലെങ്കിൽ അവർക്കൊരു തോട്ട് വരും, അവന് കുറച്ചുകൂടി നല്ലത് കിട്ടി, എനിക്ക് കുറച്ചും കൂടി ചീത്തയാണ് കിട്ടിയത്, അവന് കുറച്ചും കൂടി ഉയരമുള്ള പിങ്ക് ടവർ ആണ് കിട്ടിയത്, എനിക്ക് കുറച്ച് ഉയരം കുറവുള്ള പിങ്ക് ടവർ ആണ് കിട്ടിയത്, അങ്ങനെയുള്ള തോട്ട് വരും. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം, എല്ലാ കുട്ടികൾക്കും ഒരേപോലെ, അതായത് എക്സാക്ട് സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ പക്ഷാപാതം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ, ഡിസ്ക്രിമിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സെയിം എക്സാക്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ദെൻ അതുപോലെ തന്നെ 5th വൺ എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ലിമിറ്റഡ് ഇൻ ക്വാണ്ടിറ്റി, അതായത് ക്വാണ്ടിറ്റി ലിമിറ്റഡ് ആയിരിക്കണം. നമുക്ക് തന്നെ അറിയാം, കുട്ടികൾക്ക് ഇപ്പൊ നമ്മുടെ തന്നെ വീട്ടില് കുഞ്ഞുങ്ങളുണ്ട് അല്ലെ, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് 2 മിഠായി കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഒരു 10 മിഠായി കൊടുത്തു കഴിഞ്ഞാൽ അതിനവർക്ക് വാല്യൂ ഉണ്ടാവില്ല, വില ഉണ്ടാവില്ല അല്ലെ. ചിലപ്പോ കുറച്ചൊക്കെ തിന്ന് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞു വരാം അല്ലെ. ആ 2 മിഠായിയാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ ആ 2ഉം എന്ത് ചെയ്യും, അവര് സൂക്ഷിച്ച് കളയാതെ അവര് തിന്നുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് മെറ്റീരിയൽസിന്റെ കാര്യം. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവരുത്. അതായത് ഒരു ക്ലാസ്സിൽ ഒരു 30 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 30 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആവണം ഉണ്ടാവേണ്ടത്. പകരം 60 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് വാല്യൂ ഉണ്ടാവില്ല, അവര് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കുകയും ഇല്ല. Okay, that is should be limited in quantity. Okay, then ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് are available to the child at the time he prefers to perform them, for they are the means for him to become normalized. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ മെറ്റീരിയൽസ് വെച്ച് നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് കുട്ടികളുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. കുട്ടികൾക്ക് പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടിയെ കൊണ്ട് നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല, മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് പെട്ടെന്ന് അത് ചെയ്തു തീർക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ആ കുട്ടിയെ കമ്പൽ ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. ആ കുട്ടിക്ക് വേണ്ട സമയം കൊടുക്കുക, ടൈം കൊടുക്കുക. ചിലപ്പോ 2 or 3 ദിവസം എടുത്തിട്ടായിരിക്കും ആ കുട്ടി എന്ത് ചെയ്യുന്നത്, ആ ഒരു ആക്ടിവിറ്റി പഠിച്ച് തീർക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ഒരു സമയം കൊടുക്കേണ്ടത് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ആ കുട്ടിയെ ഡെവലപ്പ് ആക്കുന്നതാണ്. ഓക്കെ, ഇതാണ് മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ്. ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും 4 ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ടാണ് അതിനകത്ത് തിരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിന്റെ രീതി എങ്ങനെയാണ്, അതായത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നത്, പിന്നീട് എന്തൊക്കെയാണ് അവസാനം കൊടുക്കുന്നത്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിനകത്ത് ഇൻ ദ പ്രിലിമിനറി എക്സസൈസ്, അതായത് പ്രാരംഭഘട്ടത്തില്, അതായത് പ്രിലിമിനറി സ്റ്റേജിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. The child learns the basic movement of whole society such as pouring, folding and carrying. അതായത് ഇപ്പൊ നിങ്ങളുടെ അടുക്കളയിൽ തന്നെ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ ജോലികൾ നിങ്ങൾ കൊടുക്കാറുണ്ടോ? ജോലികൾ കൊടുക്കാറുണ്ടോ എന്തെങ്കിലും? വലിയ ജോലികളൊന്നും കൊടുക്കരുത് കേട്ടോ, അപകടകരമായിട്ടുള്ള ജോലികളൊന്നും കൊടുക്കരുത്. അല്ലാതെ ചെറിയ ചെറിയ ജോലികൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് ഇതും റിലേറ്റ് ചെയ്യുന്നത്.
അപ്പൊ പ്രിലിമിനറി എക്സസൈസില് ബേസിക് മൂവ്മെന്റ്, അതായത് ഇപ്പോ ജസ്റ്റ് പോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പൊ ഒരു ജഗ്ഗില് വെള്ളമുണ്ട്, ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട്. അപ്പൊ കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യിക്കുക, ആ ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിപ്പിക്കുക. ഓക്കെ, അതൊരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്. ആ ഒരു ആക്ടിവിറ്റിയിലൂടെ, പോറിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലൂടെ കുട്ടിയുടെ കോൺസെൻട്രേഷൻ കൂടും, അതുപോലെ കുട്ടിയുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആകും. അങ്ങനെ പല പല ബെനിഫിറ്റ്സും പോറിംഗിലൂടെ കുട്ടിക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, കൃത്യമായിട്ട് അവൻ എങ്ങനെയാണ് അത് ഒഴിച്ചു തീർക്കുന്നത്, നിങ്ങൾ ഒന്ന് കുട്ടിക്ക് ഒന്ന് ടാസ്ക് ചെയ്യിക്കാത്ത അമ്മമാരാണെങ്കിലും ഒരു ടാസ്ക് കൊടുത്തു നോക്കൂ, എങ്ങനെയാണ് ആ കുട്ടി ഇത് ചെയ്യുന്നതെന്ന് കാണാം. അതാണ് പോറിംഗ് കേട്ടോ. അപ്പൊ പല രീതിയിലുണ്ട് പോറിംഗ്. വാട്ടർ പോറിംഗ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അതുപോലെ തന്നെ ഫോൾഡിങ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടില് എന്താ പറയാ, തുണികളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാല് അത് മടക്കി വെക്കാറുണ്ട് അല്ലെ. അപ്പൊ ഒന്ന് കുട്ടികളെ കൊണ്ട് അതൊന്ന് ചെയ്യിപ്പിച്ചു നോക്കൂ, എങ്ങനെയാണ് അവർ മടക്കുന്നത്, അത് അവരെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഒരു ആക്ടിവിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെയാണ് ക്യാരിയിങ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് പൊക്കാൻ പറ്റുന്ന രീതിയിലുള്ള കസേരയോ അല്ലെങ്കിൽ സ്റ്റൂളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, ദാറ്റ് ഈസ് ക്യാരിയിങ്. അതിലൂടെയൊക്കെ ഇവരുടെ ഈ ഒരു എന്താ പറയാ എല്ലാ ഡെവലപ്മെന്റും ഇതിലൂടെ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രിലിമിനറി എക്സസൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് applied exercise. The child learns about the care and maintenance that helps everyday life. These activities are, for example, the care of the environment. അതായത് രണ്ടാമത്തേൽ എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് എക്സസൈസ് ആണ്. അതായത് കുട്ടി എൻവയൺമെന്റിനെ കെയർ ചെയ്യും. എൻവയൺമെന്റിനെ കെയർ ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താ പറയാ, ചെടിക്ക് വെള്ളം ഒഴിക്കുക, അതുപോലെ തന്നെ മുറ്റം തൂക്കുക, ചവറുകളൊക്കെ എന്താണ് അത് ക്ലീൻ ആക്കുക, അതുപോലെ തന്നെ എന്താണ് ചുറ്റുമുള്ള ഇപ്പോ സറൗണ്ടിങ്സിനെ ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്താണ് അപ്ലൈഡ് എക്സസൈസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങൾക്ക്, അതായത് നമ്മുടെ വീടായാലും അതുപോലെ നമ്മുടെ മുറ്റമായാലും വൃത്തിയാക്കി ഇടുക, പിന്നെ ഗാർഡനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇതൊക്കെയാണ് അപ്ലൈഡ് എക്സസൈസിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് സെൽഫ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ ചൈൽഡ് ലേൺസ് ടു ഡു ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു പേഴ്സണൽ ഹൈജീൻ, ബ്രഷിംഗ്, കോമ്പിംഗ് എക്സെട്ര. അതായത് നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കണം, കുറച്ച് സമയം മാറ്റി വെക്കണം അല്ലെ. ഇപ്പൊ കുട്ടികൾക്കായാലും അറിയാം, അവർ എണീറ്റ് കഴിയുമ്പോൾ ഉടനെ തന്നെ ബ്രഷ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബാത്ത് ചെയ്യാൻ പോകുന്നു, അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു, ഒരുങ്ങുന്നു അല്ലെ, റെഡിയാകുമ്പോൾ ഒരു പൗഡർ ഇടാം, അതുപോലെ കണ്ണെഴുതാം, പൊട്ടുകുത്താം, അതുപോലെ മുടി ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്താ പറയാ വൃത്തി, ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ നമ്മുടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള്, ഇതൊക്കെയാണ് സെൽഫ് എക്സസൈസിൽ വരുന്നത്. ഓക്കെ, കുഞ്ഞുങ്ങളെ കൊണ്ട് തനിയെ മുടിയൊക്കെ ഇരിപ്പിക്കാറുണ്ടോ, നിങ്ങൾ ചെയ്യാറുണ്ടോ? മുടി ചീകി കൊടുക്കാറുണ്ടോ? കുഞ്ഞുങ്ങള് തന്നെ ചെയ്യാറുണ്ടോ? നിങ്ങൾ തന്നെ ചെയ്യും. ഒരു പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവരോട് തന്നെ ഒരു ഇത് തോന്നും അല്ലെ, കുറച്ചും കൂടി നന്നാവണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരുങ്ങി നടക്കണം, കുറച്ചും കൂടി വൃത്തി വേണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണത് സെൽഫ് എക്സസൈസ് എന്ന് പറയുന്നത്. Okay, in the grace and courtesy exercise, the children work on the interaction of people to people. Courtesy exercise, grace and courtesy exercise എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യാം, എൽഡേഴ്സിന് അതായത് മുതിർന്നവരെ കാണുമ്പോൾ എങ്ങനെ റെസ്പെക്ട് ചെയ്യാം, ഓക്കെ, എങ്ങനെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കേണ്ടത്, ഒരാൾക്ക് ഗുഡ് മോർണിംഗ് എങ്ങനെ പറയാം, താങ്ക് യു എങ്ങനെ പറയാം, എങ്ങനെയാണ് ഒരാളെ ഗ്രീറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നതാണത് in the grace and courtesy exercise. Okay, clear ആണോ? Yes, ma'am. Clear, ma'am. അപ്പോ ഇതാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനമായിട്ടും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത പേജ് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ജസ്റ്റ് ഒന്ന് വായിച്ചു മാത്രം നോക്കിയാൽ മതി, അതിന് എന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ, എന്താണ് മെറ്റീരിയൽസ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, മെറ്റീരിയൽസ് കൊണ്ട് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്താൽ മതി കേട്ടോ. ശരിക്കും പറഞ്ഞാല് 3, 4, 5 ദിവസം എടുത്തിട്ടൊക്കെയാണ് മുമ്പത്തെ ബാച്ചില് ഇത് തീർത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപടി അനുസരിക്കണം. ഓക്കെ അല്ലേ?
Okay, ma'am. അല്ലേ? നെക്സ്റ്റ് പേജിൽ നിങ്ങൾ നോക്കുക, എക്സസൈസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ്. അതായത് ഈ ഒരു എന്താ പറയാ, നമ്മുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ടറി എക്സസൈസ്. അതിനകത്ത് ആദ്യം വരുന്നത് റോളിംഗ് ആൻഡ് അൺറോളിംഗ് ആണ്. എന്താണ് റോളിംഗ് ആൻഡ് അൺറോളിംഗ് എന്ന് പറയുന്നത്? റോളിംഗ് ആൻഡ് അൺറോളിംഗ് മാറ്റ് റോൾ ചെയ്യണതാണോ? അതെ അതെ, മാറ്റ് റോൾ ചെയ്യുക, അൺറോൾ ചെയ്യുക. ഓക്കെ, മാറ്റ് റോൾ ചെയ്യുന്നതും അൺറോൾ ചെയ്യുന്നതുമാണ് റോളിംഗ് ആൻഡ് അൺറോളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു മാറ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു സെക്കൻഡ്, ഇതൊരു മാറ്റ് ആണെന്ന് വിചാരിക്കുക. ഇത് നമ്മള് നോക്കി, ഞാൻ ഈ കൈ പിടിച്ചിരിക്കുന്നത് നോക്കി എങ്ങനെയാണെന്ന് കണ്ടോ? കാണുന്നുണ്ടോ എല്ലാവർക്കും? കാണുന്നുണ്ടല്ലേ? ഓക്കെ, അത് നമ്മൾ ഈ ഒരു, നമുക്ക് കുട്ടികളാവുമ്പോൾ നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. അവരുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതി വെച്ചിട്ടാണ്. ചിലവര് 2 ഫിംഗർ വെച്ചിട്ട് മടക്കാറുണ്ട്, റോൾ ചെയ്യാറുണ്ട്. ചിലവര് 4 ഫിംഗർ വെച്ചിട്ട് മടക്കും. അപ്പൊ ഇങ്ങനെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. ഇതിനത് കറക്റ്റ് ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല, നേരെയൊന്നും ആവില്ല ചിലപ്പോ. ഓക്കെ, ഇങ്ങനെ മടക്കി കൊണ്ടുവരാന്നുള്ളതാണ് കേട്ടോ. റോൾ ചെയ്യുക, അതൊരു മാറ്റ് ആണെന്ന് വിചാരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാല് നമ്മള് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഒരു സ്ഥലത്ത് ഇപ്പൊ മാറ്റ് ആയാലും അല്ലെങ്കിൽ അതിന് പകരം ഉപയോഗിക്കുന്ന എന്ത് സാധനം ആയാലും ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? റോൾ ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? അത് അൺറോൾ ചെയ്യണം. അപ്പൊ അത് പഠിപ്പിക്കുന്നതാണ് എന്ത്? റോളിംഗ് ആൻഡ് അൺറോളിംഗ്. പിന്നെ അതുപോലെ തന്നെ സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത് അല്ലെങ്കിൽ എണീറ്റ് നിൽക്കേണ്ടത് എങ്ങനെയാണ്, ഇപ്പൊ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് സിറ്റ് ചെയ്യേണ്ടത്, സ്റ്റാൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള്. പിന്നെ ക്യാരിയിങ് എന്ന് പറയുന്നത് ഒരു സാധനം എവിടെ നിന്നാണ്, അതായത് ഇപ്പൊ ഒരു ചെയർ ആയാലും ഒരു സ്റ്റൂൾ ആയാലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്, ദാറ്റ് ഈസ് ക്യാരിയിങ്. പിന്നെ അതുപോലെ തന്നെ സ്പൂണിങ് എന്ന് പറയുന്നത്, അതായത് സ്പൂണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് മോണ്ടിസോറി മെത്തേഡില്. നമ്മള് കുട്ടിക്ക് സ്പൂണിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ഒരു ട്രേ ഉണ്ടാകും. ആദ്യം തന്നെ ഒരു ടേബിൾ സെറ്റ് ചെയ്യുന്നു, അതിനുശേഷം അവിടെ ഒരു മാറ്റ് ഇരിക്കുന്നു, അതിനുശേഷം അവിടെ ഒരു ട്രേ വെക്കുന്നു. ആ ട്രേയില് 2 ബൗളുകൾ വെക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിൽ ഇമാജിൻ ചെയ്യാട്ടോ. 2 ബൗളുകൾ തുല്യ വലിപ്പമുള്ളതായിരിക്കണം, ഈക്വൽ സൈസ് ആയിരിക്കണം. 2 ബൗളുകൾ, ചെറിയ ബൗളുകൾ. നമ്മളൊക്കെ കറിയൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രമില്ലേ, ബൗളില്ലേ, ചില്ലിന്റെ. ഓക്കെ ഓക്കെ, ആ ബൗളുകള് 2 എണ്ണം ട്രേയുടെ മീതെ വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഒരു ബൗളില് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം ഇടുന്നു. കൂടുതലായിട്ട് പൾസസ് ആണ് ഇടുന്നത്. നമുക്ക് കടല ഉപയോഗിക്കാം, പയർ ഉപയോഗിക്കാം, പരിപ്പ് ഉപയോഗിക്കാം, കടുക് ഉപയോഗിക്കാം. അങ്ങനെ കൂടുതൽ, അതായത് ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇടാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ കടല ഇട്ടു എന്ന് വിചാരിക്കുക, വേണ്ട, പയർ ഇട്ടു എന്ന് വിചാരിക്കുക. പയർ ഞാനിപ്പോ ഒരു ബൗളിലേക്ക് ഇട്ടു. എന്നിട്ട് കുഞ്ഞിനോട് പറയുവാണ്, ഈ പയർ, അതായത് ഈ ബൗളിലുള്ള ഈ ഒരു സാധനം അങ്ങനെ തന്നെ സ്പൂൺ ഉപയോഗിച്ച് മറ്റേ ബൗളിലോട്ട് പകർത്താനായിട്ട് പറയുവാണ്, മാറ്റാനായിട്ട് പറയുവാണ്. അപ്പൊ കുഞ്ഞ് എന്ത് ചെയ്യും? ആക്ടിവിറ്റി ചെയ്യില്ലേ? ഇൻട്രസ്റ്റോട് കൂടി ചെയ്യില്ലേ? ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും കുഞ്ഞ്? ചിലപ്പോ പതുക്കെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കൂടുതലായി വേഗം ചെയ്യുന്ന പറഞ്ഞ കമ്പലൊന്നും ചെയ്യാനായിട്ട് പാടില്ല. കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സമയം നമ്മൾ അതിനു വേണ്ടി കൊടുക്കണം. അപ്പൊ പതുക്കെ അവൻ എന്ത് ചെയ്യും? ഒരു ബൗളിൽ നിന്ന് മറ്റേ ബൗളിലോട്ട് സ്പൂൺ ഉപയോഗിച്ച് എന്ത് ചെയ്യും? അത് പാസ് ചെയ്യും. ദാറ്റ് ഈസ് സ്പൂണിങ് ആക്ടിവിറ്റി. മനസ്സിലായോ സ്പൂണിങ് എന്താണെന്ന്? കുട്ടികളെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുക കേട്ടോ. വീട്ടിൽ വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുക? ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കുക. എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. 2 സെയിം ഈക്വൽ ആയിട്ടുള്ള ബൗൾ ആയിരിക്കണം. എന്താണ് സലീന, കേൾക്കണുണ്ടോന്നോ? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നേ? മാം, എനിക്ക് നെറ്റ് പോയതാണ്. അതെ അല്ലേ? ഓക്കെ. അപ്പൊ ഒരു ബൗളിൽ നിന്ന് മറ്റേ ബൗളിലോട്ട് അത് പാസ് ചെയ്യാൻ സ്പൂൺ ഉപയോഗിച്ച് എങ്ങനെയാണ് പകർത്തുന്നത് കാണിച്ചു.
പിന്നെ പോറിംഗ് എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാട്ടർ പോറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് ഗ്ലാസ്സിലേക്കോ വെള്ളം പകർത്തുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, പിന്നെ ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാരിയിങ് ആണ് കേട്ടോ അവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ലേറ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്, അതായത് തുണി മടക്കുന്നതും നിവർത്തുന്നതും. പിന്നെ സ്ക്യൂസിങ് പറയും, നമ്മൾ പിഴിയുന്നത്. പിഴിയുന്നതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു നാരങ്ങ ലെമൺ എടുത്തിട്ട് അതിങ്ങനെ എന്താണ് അതിനെ പറയുന്നത്, നാരങ്ങ ഞെക്കി, അതിന്റെ ഇംഗ്ലീഷ് പേര് എനിക്ക് അറിയില്ല കേട്ടോ. അത് ഉപയോഗിച്ചിട്ട് സ്ക്യൂസർ, അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മള് ഈ തുണിയൊക്കെ അലക്കാനിടില്ലേ, അലക്കാനിടുമ്പോൾ അതിന് മുമ്പായിട്ട്, അതായത് അഴയിൽ ഇടുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, നമ്മൾ നന്നായിട്ട് അത് പിഴിയുക അല്ലെ, സ്ക്യൂസ് ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുക, അഴയിലോട്ട് ഇടുക. അപ്പൊ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റികളാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള. ഓക്കെ, പിന്നെ ട്രാൻസ്ഫറിങ്, പെഗ്ഗിങ്. പെഗ്ഗിങ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്ലിപ്പുകളില്ലേ, ഇപ്പൊ തുണിയൊക്കെ അഴയിൽ ഇടുമ്പോൾ നമ്മൾ ചില ക്ലിപ്പുകൾ ഇടാറില്ലേ, പോകാതിരിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ഒരു ബാസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാണത് ശരിക്കും അത് കറക്റ്റ് ആയിട്ട് അത് എന്താ പറയാ അതിലൂടെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് കറക്റ്റ് ആയിട്ട് അവർക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ദെൻ സ്വീപ്പിംഗ് എന്ന് പറയുന്നത് ക്ലീനിങ്ങും കാര്യങ്ങളാണ് കൂടുതലും. അതായത് അടിച്ചു വാരുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, ചെറിയ ചെറിയ ജോലികൾ കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിൽ വരുന്നത് ത്രെഡിങ് ആൻഡ് ബെഡിങ് വരുന്നുണ്ട്, കട്ടിങ്. എന്താണ് അമ്പിളി? ട്രാൻസ്ഫറിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാരിയിങ് ഉണ്ടല്ലോ, അതാണ് ട്രാൻസ്ഫറിങ് കേട്ടോ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ത്രെഡിങ് ആൻഡ് ബെഡിങ് ഉണ്ട്, കട്ടിങ് ഉണ്ട്. ചെറിയ രീതിയിൽ എന്താ പറയാ കട്ട് ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പൊ ചില വെജിറ്റബിൾസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് കുട്ടികളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുമല്ലോ, അതായത് നമ്മുടെ സൂപ്പർവിഷനിൽ വേണം കുട്ടികളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാനായിട്ട്. ഒരിക്കലും ഒറ്റയ്ക്ക് നൈഫ് പോലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുത്ത് മാറി നിൽക്കാനായിട്ട് പാടില്ല. ഓക്കെ, എന്താണ് പേസ്റ്റിംഗ് ആൻഡ് ഗ്ലൂയിങ് എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ പിക്ചറുകളൊക്കെ ഒട്ടിക്കില്ലേ. സ്റ്റിപ്പിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്, ഇപ്പോ വീട് വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ തുടയ്ക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് എൻവയോൺമെന്റില് എന്താണ് പറയാ കുറെ അധികം എക്സസൈസുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗില് കുറെ ഡോർസ്, ഡ്രോയേഴ്സ്, വീവിങ്, അത് ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. വീവിങ് നോക്കണ്ട. ഓക്കെ, ഡോർസ്, ഡ്രോയേഴ്സ്. ചക്രത്തില് ഇങ്ങനെ വീവ് ചെയ്യുന്നതല്ലേ? എന്താണ് വീവിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ പണ്ട് ഈ മറ്റേ ചക്രമില്ലേ അതിലിങ്ങനെ തൈതെടുക്കുന്ന സംഭവം അല്ലേ? അതാണ് ആ സംഭവമാണ്. അത് കൂടുതലായിട്ട് കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ വേണമെങ്കിൽ ചിലപ്പോ നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ ചില ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കില്ലേ, പായ നെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഓല കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കില്ലേ, തെങ്ങിന്റെ ഓല കൊണ്ട് ചില ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ലേ, അതുപോലെ അത് തന്നെ അത്തരത്തിലുള്ള ചില ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ആ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് നമ്മൾ കുറെ അധികം കാര്യങ്ങൾ, അതായത് കുട്ടികളുടെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്, ക്ലീൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങള്, സെൽഫ് കെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, പേഴ്സണൽ ഹൈജീൻ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, തനിയെ വായിക്കാൻ പറ്റില്ലേ?
ഇനി നമ്മൾക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ഏരിയ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ക്വാളിറ്റീസ് ഓഫ് ദ ഡയറക്ടേഴ്സ് ആൻഡ് നോർമലൈസേഷൻ ഓഫ് ചൈൽഡ്. അതായത് കുട്ടികൾക്ക് ഒരു പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്തൊക്കെ ഗൈഡ് ലൈനുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ടീച്ചർ എന്ന രീതിയിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് വായിച്ചേ, നിങ്ങൾ റീഡ് ചെയ്തത് ഒരു 19th പോയിന്റ് ഉണ്ട്. 19 നിങ്ങൾക്ക് എത്ര മണി വരെയാണ് ക്ലാസ് പറഞ്ഞിരിക്കുന്നത്? 12:30 വരെ. 12:30. വൈകിയ കുഴപ്പമുണ്ടോ? വൈകിയ ആയാലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല മിസ്, എടുത്തോ. കുഴപ്പമില്ല. എനിക്ക് ഇത് മാത്രമല്ല ലാംഗ്വേജ് ഏരിയയുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്കീമുകൾ പരിചയപ്പെടുത്താനുണ്ട്. സമയം തികയോന്ന് അറിയില്ല, അതാണ് ചോദിച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഇത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കോ ഞാൻ പറഞ്ഞു തരണോ? ഈ ഒരു ക്വാളിറ്റീസ് ഓഫ് ദ ഡയറക്ടേഴ്സ് ആൻഡ് നോർമലൈസേഷൻ ഓഫ് ദ ചൈൽഡ് മിസ് പറഞ്ഞു തന്നാ മതി. ഓക്കെ, അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടോ. അതായത് കുറച്ച് ലേറ്റ് ആയ ക്ലാസ് അവസാനിക്കും, കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. Have the materials in good order and entirely prepared before the lesson starts. It is important to have sufficient practice before making a presentation. Tolerate practice before making a presentation to the child as mistakes should not made during the presentation. അതായത് കുട്ടികൾക്ക് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അത് വ്യക്തമായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, നമുക്കൊരു ട്രെയിനിങ് വേണം അല്ലേ? വേണ്ടേ? വേണം. അതായത് കുട്ടികള് അത് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് അവര് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നുണ്ട് ശനിയാഴ്ച അല്ലെ? ശനിയാഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെയുള്ള ടീച്ചേഴ്സ് അത് മുൻകൂട്ടി നേരത്തെ തന്നെ അതിന് വേണ്ടി ട്രെയിനിങ് എടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബബ്ബ അടിക്കും അല്ലെ? ഒന്നും പറയാൻ കിട്ടില്ല അല്ലേ? പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ നമ്മൾ പഠിപ്പിക്കുന്നതായാലും ഇപ്പൊ നിങ്ങള് ചിലവര് ടീച്ചേഴ്സ് ആയിട്ടൊക്കെ പോകുന്നുണ്ട് അല്ലെ? ക്ലാസ് റൂമിൽ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ തലേ ദിവസം അതിനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് നേരാവണ്ണം പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ? അപ്പൊ ഒരു മെറ്റീരിയൽസ് കുട്ടിക്ക് പഠിക്കാനായിട്ട് കൊടുക്കുമ്പോൾ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. പ്രോപ്പർ ട്രെയിൻഡ് ആയിട്ടായിരിക്കണം ടീച്ചേഴ്സ് വരേണ്ടത്. ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ്. Then second point, give a lesson to a child who is not working rather than to a child who is already absorbed in his work. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഒരാൾക്ക് പിങ്ക് ടവർ കൊടുത്തു കഴിഞ്ഞാല് മറ്റൊരാൾക്ക് ബ്രൗൺ സ്റ്റെയർ കൊടുക്കാം. വേറൊരാൾക്ക് ഡിവിഷൻ ബോർഡ്, മാത്തമാറ്റിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബോർഡ് കൊടുക്കാം. വേറൊരാൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് കൊടുക്കാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം? കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ആരെയും വെറുതെ ഇരുത്താൻ സമ്മതിക്കരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾ 30 പേരാണ്. എത്ര പേരാണ് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നത് ശനിയാഴ്ച? എത്ര പേര് വരുന്നുണ്ട് ഇതില്? ആരും വരുന്നില്ലേ? എത്ര പേരൊന്നും അറിയില്ല, പക്ഷെ വരുന്നുണ്ട് കുറച്ചു പേര്. 30 പേര് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. 30 പേരാണ് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നതെന്ന് വിചാരിക്കുക. ഈ 30 പേരും എന്തെങ്കിലും ആക്ടിവിറ്റീസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. വെറുതെ ഇരുത്താനായിട്ട് അനുവദിക്കരുത്. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ് കേട്ടോ. അതുപോലെ തന്നെ prepare the workspace, a clear space at a table, an individual mat on the floor or an empty desk. The floor mat defines the work area of the exercise. അതായത് ഒരു വർക്ക് സ്പേസ് കൊടുക്കുക. കൃത്യമായിട്ടൊരു സ്പേസ് ഉണ്ടാകണം ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അതിന്റെ മേലെ ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ ഒരു എംപ്റ്റി ഡെസ്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് കൊടുത്തിരിക്കണം. Okay, that is third point.
Then fourth point എന്ന് പറയുന്നത് take the child to the shelf with you so that he can see the proper location of the materials as simply as possible. Tell the child the name of the task. റീജ് പോയിക്കോളൂ കേട്ടോ, റീജ് പോയിക്കോളൂ. If he can ആയിക്കോട്ടെ, സ്കൂളിൽ പോവാൻ ഇന്ന് ഉച്ചയ്ക്ക് ഡ്യൂട്ടി, പൊക്കോട്ടെ. പൊക്കോളൂ പൊക്കോളൂ. ഇത് വായിച്ചാ മതിയോ ഇനി തന്നിട്ടുള്ളത്? ഇത് വായിച്ചു നോക്കിയാ മതിയോ? വായിച്ചു നോക്കിയാൽ മതി, വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ മിസ്, താങ്ക് യു മിസ്. അപ്പൊ നോക്കുക കേട്ടോ. അപ്പൊ നാലാമത്തെ പോയിന്റ് ഞാനത് വായിക്കുന്നില്ല, അതിന്റെ പോയിന്റ് മാത്രം പറഞ്ഞു തരാം. അതായത് മെറ്റീരിയലുടെ സ്ഥാനം കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നാലാമത്തെ പോയിന്റ് ആണ് പറയുന്നത്. മെറ്റീരിയലുടെ പ്രോപ്പർ പ്ലേസ് കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ടാസ്ക് മനസ്സിലായെങ്കിൽ അതുപോലെ തന്നെ പാർട്സും പറഞ്ഞു കൊടുക്കണം. അതായത് എന്ത് ടാസ്ക് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, എന്ത് ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അതിന്റെ പാർട്സുകൾ, ഭാഗങ്ങൾ. ഒരു മെറ്റീരിയൽ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. ദെൻ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ഒരു മെറ്റീരിയൽസ് എടുക്കുമ്പോൾ അതെങ്ങനെയാണ് കൃത്യമായിട്ട് അതിന്റെ പ്ലേസിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകണം എന്നത് കാണിക്കുക. ഓക്കെ, ഒരു സാധനം എടുത്തു വരുന്നു, അത് കൃത്യം എങ്ങനെ അത് കൊണ്ടുവന്ന് വെക്കുന്നു എന്ന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. ഓക്കെ. ദെൻ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടേബിള് വേണം, അതുപോലെ തന്നെ മാറ്റ് ഇടണം. പിന്നെ അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ട്, വളരെ പതുക്കെ രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, ഓരോ കാര്യങ്ങളും ഓരോ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് തുടങ്ങണം. ഓക്കെ. ദെൻ ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. പിന്നെ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കണം. പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഗൈഡ് ആവശ്യമാണ്. കാരണം അതെങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെ. ഇനി ആക്ടിവിറ്റി കുട്ടി സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ പറ്റുമെങ്കിൽ സംസാരിക്കാതിരിക്കാനായിട്ട് പറയുക. ഓക്കെ. ആക്ടിവിറ്റി ചെയ്യുന്ന സമയം കൂടുതലായിട്ട് സംസാരം പാടില്ല. ആക്ടിവിറ്റിയിൽ തന്നെ കുട്ടി ഇൻവോൾവ് ചെയ്യേണ്ടതാണ്. 7 പോയിന്റ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. ഓക്കെ ആണ് അല്ലെ. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൂടുതൽ, അതായത് നമ്മള് കുട്ടികളായാലും ഇപ്പൊ സംസാരിക്കുന്ന ഒരു ടെൻഡൻസി കൂടുതലാണ് അല്ലെ. ഇപ്പൊ നമ്മളായാലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ഗ്രൂപ്പായിട്ടാണ് ഇരുന്ന് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ നമുക്ക് സംസാരം വരും അല്ലെ. പക്ഷെ സംസാരത്തിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ വർത്തമാനത്തെക്കാൾ കൂടുതൽ മൂവ്മെന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ആക്ടിവിറ്റിയിലെ മൂവ്മെന്റ്സ് എന്താണോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നയൻത് പോയിന്റ് എന്ന് പറയുന്നത് കുട്ടിയെ ശ്രദ്ധാപൂർവം നോക്കുക കേട്ടോ. കുട്ടിയെ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യണം, നോക്കണം ആ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ. 10th പോയിന്റ് ആവശ്യമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. കുട്ടിക്ക് ചെയ്യാനായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കൊടുത്തപ്പോൾ അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പറ്റുമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുക. കൂടുതൽ ഹെൽപ്പ് ചെയ്യരുത്, കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, പറഞ്ഞ് കൊടുക്കുക. ഓക്കെ. പിന്നെ 11th പോയിന്റ് എന്ന് പറയുന്നത് കുട്ടിക്ക് നിരസിക്കാനായിട്ട് അവകാശമുണ്ട്. അതായത് കുട്ടിക്ക് ഇപ്പൊ ഒരു മെറ്റീരിയൽ കൊടുത്തു, ഒരു ആക്ടിവിറ്റി കൊടുക്കുവാണ്, പക്ഷെ കുട്ടിക്ക് അത് ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യാം, ആ മെറ്റീരിയൽ അവിടെ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ മെറ്റീരിയൽ എടുത്തിട്ട് എന്ത് ചെയ്യാം, സ്വയമേ ചെയ്യാം. അപ്പൊ കുട്ടിക്ക് നിരസിക്കാനായിട്ട് അവകാശമുണ്ട്. കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് മെറ്റീരിയൽസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 12ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയൽസിനായാലും അത് ചെയ്യുന്ന കുട്ടിക്കായാലും റെസ്പെക്ട് കൊടുക്കുക, അവരെ വാച്ച് ചെയ്യുക. കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. റെസ്പെക്ട് കൊടുത്തില്ലെങ്കിൽ കുട്ടിക്ക് തോന്നും തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, തനിക്ക് ഇവിടെ യാതൊരു വാല്യൂ ഇല്ലാന്ന് കുട്ടിക്ക് തോന്നും. അപ്പോ ആ ഒരു തോന്നൽ ഉണ്ടാകാനായിട്ട് പാടില്ല. കുട്ടിക്ക് റെസ്പെക്ട് കൊടുക്കുക, അവരെ വാച്ച് ചെയ്യുക. ഓക്കെ. ദെൻ 13ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുട്ടിയെ പണിഷ് ചെയ്യരുത്, റിവാർഡ് നൽകരുത്. ഓക്കെ. ഒരു കുട്ടി ആക്ടിവിറ്റി ചെയ്തില്ല എന്ന് വിചാരിക്കുക, ആ കുട്ടിയെ ശിക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി ഒരു കുട്ടി നല്ല രീതിയിൽ ആക്ടിവിറ്റി ചെയ്തു എന്ന് വിചാരിക്കുക, ആ കുട്ടിക്ക് റിവാർഡ് കൊടുക്കാനും പാടുള്ളതല്ല. ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടിയെ ഒരിക്കലും തിരുത്താനും പാടില്ല.
ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ സ്വയമേ തന്നെ എന്ത് ചെയ്യും, ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ഓക്കെ ആണോ? കുറച്ച് സ്പീഡാണ് കേട്ടോ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് സ്പീഡിൽ എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 14ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ ബാക്കിയാണ്. തെറ്റുകൾ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താനായിട്ട് പാടില്ല, അവരത് സ്വയമേ തിരുത്തി പോണം. പിന്നെ അതുപോലെ തന്നെ ഓരോ കുട്ടിയെയും മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാ കുട്ടികളും ഡിഫറെന്റ് ആണ് അല്ലെ. ഓരോ കുട്ടികൾക്കും ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരെയും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഓരോരോ സ്റ്റെപ്പുകൾ ഓരോരോ ലെവൽ അനുസരിച്ച് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ 15ാമത്തെ പോയിന്റ്, കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അത് മനസ്സിലാകാഞ്ഞിട്ടാണ് എന്ന് ടീച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതാണ്. അത് കുട്ടിക്ക് മനസ്സിലായിട്ടില്ല, അത് ആ കുട്ടിക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ടീച്ചർ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി ആക്ടിവിറ്റി പഠിക്കുന്നത് വരെ ക്ഷമയോടെ പേഷ്യൻസോടെ നിന്നുകൊണ്ട് ആക്ടിവിറ്റി പഠിച്ചു തീർക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. ഓക്കെ. നെക്സ്റ്റ് പേജ് ആണ് കേട്ടോ എടുക്കുന്നത്. 16ാമത്തെ പോയിന്റ് ആണ് പറയുന്നത്. പതിനാറാമത്തെ പോയിന്റിൽ ആക്ടിവിറ്റി ചെയ്ത ശേഷം മെറ്റീരിയൽസ് ഷെൽഫിലേക്ക് തനിയെ കൊണ്ടുപോകാനായിട്ട് കുട്ടിയെ പഠിപ്പിക്കുക, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പഠിപ്പിക്കുക. ദെൻ 17ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ എക്സസൈസുകളും കാര്യങ്ങളും ആണോ കുട്ടി ചെയ്യുന്നത് അതിനനുസരിച്ച് കുട്ടിയെ ഒരുക്കുക, അതായത് അറേഞ്ച് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക ഓരോ കാര്യങ്ങളും ഓരോ മെറ്റീരിയൽസും കേട്ടോ. പിന്നെ 18ഉം 19ഉം പറയുന്നത് ഈ മെറ്റീരിയൽസ് ഒക്കെ വെൽ അറേഞ്ച്ഡ് ആണ് അല്ലെങ്കിൽ വെൽ ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. ഇനി ഇതിനകത്ത് ഓരോരോ ആക്ടിവിറ്റീസുകളാണ് പറയുന്നത്. ഇതിനകത്ത് കണ്ടോ ഡീറ്റെയിൽസ് ഓഫ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞ് റോളിംഗ് ആൻഡ് അൺറോളിംഗ് മാറ്റ് എന്ന് കണ്ടോ നിങ്ങള്? കണ്ടു. ഇത് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ആക്ടിവിറ്റീസ് ഒക്കെ. ഓക്കെ. കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പൊ കുറെ അധികം ആക്ടിവിറ്റി ഉണ്ട്. റോളിംഗ് ആൻഡ് റോളിംഗ് മാറ്റ്, പിന്നെ അതുപോലെ തന്നെ സ്പൂണിങ് ആക്ടിവിറ്റി ഉണ്ട്. അതൊക്കെ വായിച്ചു നോക്കുക കേട്ടോ. സ്പൂണിങ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഡ്രൈ പോറിംഗ് ഉണ്ട്. അങ്ങനെ കുറെ അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക, എന്നിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. സമയം പോലെ ഏത് ആക്ടിവിറ്റി എത്ര പേരാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്താൽ മതി. ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്ന് മറ്റുള്ള ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയുമാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്കറിയാം കുറച്ച് സ്പീഡായിരുന്നു. ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ. ഏകദേശം ഒരു ധാരണ കിട്ടിയാൽ മതി ഇതിനെ കുറിച്ച്. നമുക്ക് എക്സാമിനൊന്നും ഇത് വരില്ല, അതുകൊണ്ട് പേടിക്കേണ്ട. പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പൊയ്ക്കോട്ടെ. അടുത്ത ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രേക്ക് വേണോ? 5 മിനിറ്റ് ബ്രേക്ക് എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട വേണ്ട. ഓക്കെ. അടുത്ത ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലാംഗ്വേജ് ഏരിയയില് നമ്മൾ കുഞ്ഞുങ്ങളെ ലാംഗ്വേജ് ആണ് പഠിപ്പിക്കുന്നത് അല്ലെ. അതും ലെറ്റേഴ്സ്, സൗണ്ട്സ്. നിങ്ങൾക്ക് അശ്വതി മിസ് എടുത്ത് തന്നിട്ടുണ്ടാവുമല്ലോ. എടുത്തിട്ടുണ്ടോ? ഫോണറ്റിക്സ് എടുത്തു തന്നിട്ടുണ്ടോ? എടുത്തു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഒരു സ്കീമാണ് പിങ്ക് സ്കീം എന്ന് പറയുന്നത് കേട്ടോ. സ്കീമിന്റെ പേര് പിങ്ക് സ്കീം. ഓക്കെ. അപ്പൊ ആദ്യം നിങ്ങളൊന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. പേജ് നമ്പർ എത്ര? പേജ് നമ്പർ ഇല്ല. പേജ് നമ്പർ ഇല്ല കേട്ടോ. നമ്മുടെ ഇതിനകത്ത്
നമ്മുടെ ലാംഗ്വേജ് ഏരിയയിൽ പിങ്ക് സ്കീം, ബ്ലൂ സ്കീം, ഗ്രീൻ സ്കീം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ അതിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പൊ പിങ്ക് സ്കീം എന്നൊന്ന് എഴുതുക. മോണ്ടിസോറി പിങ്ക് സ്കീം. പിങ്ക് സ്കീം, പിങ്ക്, PINK. ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി ഫോണറ്റിക് റീഡിംഗ് പ്രോഗ്രാം. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി ഫോണറ്റിക് റീഡിംഗ് പ്രോഗ്രാം ഒന്നും കൂടി പറയോ? The first stage of Montessori phonetic reading program. The first stage of Montessori phonetic reading program designed to teach children how to read, simple three-letter words. എഴുതിയോ? Three-letter words. WORDS. 3-letter words. റീഡിംഗ് പ്രോഗ്രാം സിമ്പിൾ 3-letter words. എന്താണ്? റീഡിംഗ് പ്രോഗ്രാം എഴുതിയില്ലേ? അത് കഴിഞ്ഞിട്ട് ഡിസൈൻഡ്, DESIGNED, ഡിസൈൻഡ് ടു ടീച്ച് ചിൽഡ്രൻ ഹൗ ടു റീഡ് സിമ്പിൾ 3-letter words. അതായത് കുട്ടികളുടെ പ്രൈമറി സ്റ്റേജിൽ, അതായത് കുട്ടികളെ ലാംഗ്വേജ് പഠിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടുതൽ വേർഡ്സ് ഫെമിലിയർ ആകാൻ വേണ്ടി പ്രസന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണെന്ത്? പിങ്ക് സ്കീം എന്ന് പറയുന്നത്. അതായത് ഈ പിങ്ക് സ്കീമില് 3-letter words ആണ് കുട്ടികൾ ആദ്യം പഠിക്കുക. അതായത് കുട്ടികൾ പഠിക്കുന്ന സമയത്ത്, ലെറ്റേഴ്സ് ഒക്കെ അവർക്ക് ഫെമിലിയർ ആകുന്ന സമയത്ത് എന്താണ് പഠിക്കുന്നത്? ആദ്യം 3-letter words ആണ് പഠിക്കുക, അല്ലെ? അതിനെയാണ് പിങ്ക് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ഞാനപ്പോ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകും. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനെ പിങ്ക് സ്കീം എന്ന് പറയാൻ കാരണം ഇത് പിങ്ക് പേപ്പറിലാണ് എഴുതുക. നോക്കിയേ നിങ്ങള്, ഇവിടെ 3-letter അല്ലേ വന്നിരിക്കുന്നേ? പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനകത്ത് ലെറ്ററിനേക്കാൾ ഉപരിയായിട്ട് സൗണ്ട്സിനാണ് പ്രാധാന്യമുള്ളത്. ഓക്കെ, ഫോണറ്റിക്സ്, അതായത് കുട്ടികളെ ആ സൗണ്ട് പഠിപ്പിക്കുക. അതും 3-letter words ആയിട്ടുള്ള ലെറ്ററിന് പകരം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്താണ് ആ വേർഡിന്റെ സൗണ്ട്സ് എന്ന് പഠിപ്പിക്കുന്നതിനെയാണ്, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പിങ്ക് സ്കീം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ്? പിങ്ക് പേപ്പർ, അതായത് ചിലപ്പോ ബുക്ക്ലെറ്റ് ആവാം, അല്ലെങ്കിൽ പേപ്പർ ആകാം, കാർഡ്സ് ആകാം. ഓക്കെ, ഇതൊക്കെ പിങ്ക് കളറിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ പിങ്ക് സ്കീം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് CVC വേർഡ്സ് ആണ്. CVC എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസണന്റ്, വവൽ, കൺസണന്റ്. നിങ്ങൾ ഈ ഫോർമാറ്റ് ഒന്ന് നോക്കിയേ, എല്ലാ വേർഡുകളുടെയും ഫോർമാറ്റ് ഒന്ന് നോക്കിയേ. ആദ്യം കൺസണന്റ് സൗണ്ട് ആണ് വന്നിട്ടുള്ളത്, പിന്നെ വവൽ സൗണ്ട് വരും, പിന്നെ വീണ്ടും ഒരു കൺസണന്റ് സൗണ്ട് വരും. ആണോ? ഓക്കെ, അപ്പോ CVC വേർഡ്സ് ആണ് കേട്ടോ. അത് CVC ആണ്. കൺസൺ, അത് നിങ്ങളൊന്ന് പ്രത്യേകം നോട്ടിൽ എഴുതുക. CVC ഫോർമാറ്റ് ആണ് കേട്ടോ. കൺസണന്റ്, വവൽ,
കൺസണന്റ്. അങ്ങനെ 3 രൂപത്തിൽ കേട്ടോ. അപ്പൊ നോക്കിയേ നിങ്ങള് ഇതിനകത്ത് ആദ്യം, അപ്പൊ നിങ്ങൾക്ക് ഫോണറ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അത് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലെങ്കിൽ കൂടിയും ഒന്ന് നോക്കിയാൽ മതി. ഇതിനകത്ത് പറയുന്ന വേർഡ്സുകൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് ഗൂഗിളിന്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ സഹായത്തോടു കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഓക്കെ, നമുക്കിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ് എങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് പറഞ്ഞു തരാത്തത്. ഓക്കെ ആണല്ലോ? പിന്നെ അത് ഞാൻ വേർഡുകൾ പറഞ്ഞു തരാം എന്തൊക്കെയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എഴുതിയെടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, കാണുന്നില്ല. അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. ആദ്യം വരുന്നത് ബാറ്റ് ആണ്. ബാറ്റ്, BAT, ബാറ്റ്. പിന്നീട് മാറ്റ് വരും കേട്ടോ, MAT, മാറ്റ്. ക്യാറ്റ്. ക്യാറ്റ്. പിന്നീട് ക്യാറ്റ് ആണ് വരിക. പിന്നീട് റാറ്റ് വരും. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇത് ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇട്ടാ മതിയോ? മാം, ക്ലാസ് റൂമിൽ ഇട്ടാ മതി. ഇട്ടാ മതിയോ? ഓക്കെ. അപ്പോ ഞാനത് ചെയ്യാം. അപ്പൊ ഇതാണ് പിങ്ക് സ്കീം കേട്ടോ. അപ്പൊ CBC ഫോർമാറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇതിനകത്ത് ഞാനിപ്പോ A വെച്ചിട്ടുള്ളതാണ് ആദ്യം കാണിച്ച പേപ്പർ എന്ന് പറയുന്നത്, പിങ്ക് കളറിലുള്ളത്. പിന്നീട് കണ്ടോ, E വെച്ചിട്ട് വവൽ സൗണ്ട് E വരുന്നതുണ്ട്, വവൽ സൗണ്ട് U വരുന്നതുണ്ട്, വവൽ സൗണ്ട് O വരുന്നതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള വേർഡ്സ് വരുന്നതും ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ക്ലാസ് റൂമിൽ കൊടുത്തേക്കാം കേട്ടോ, അവിടെ ഇടാൻ പറഞ്ഞേക്കാം. അപ്പൊ അതൊന്ന് നോക്കുക. ദാറ്റ് ഈസ് പിങ്ക് സ്കീം. മനസ്സിലായല്ലോ? അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന ആദ്യ 3 ലെറ്റർ വേർഡ്സ് ആണ് എന്ത് പിങ്ക് സ്കീം എന്ന് പറയുന്നത്. 3 ലെറ്റർ വേർഡിലുള്ളതും അതുപോലെ പിങ്ക് കളറിൽ അല്ലെങ്കിൽ പിങ്ക് പേപ്പറിൽ എഴുതുന്നതുമായിട്ടുള്ള ലെറ്റേഴ്സ് ആണ് എന്ത് പിങ്ക് സ്കീം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അതായത് കുട്ടികളെ നമ്മൾ പിങ്ക് സ്കീമിലുള്ള വേർഡ്സ് പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ബ്ലൂ സ്കീമിലോട്ടാണ്. ഓക്കെ, ഒരു സെക്കൻഡേ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്ലൂ സ്കീം ആണ്. ബ്ലൂ സ്കീമിന്റെ നോട്ട് ഒന്ന് എഴുതുക നിങ്ങള്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി റീഡിംഗ്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി റീഡിംഗ് പ്രോഗ്രാം. സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി റീഡിംഗ് പ്രോഗ്രാം. ഓക്കെ, അതാണ് ബ്ലൂ സ്കീം എന്ന് പറയുന്നത്. കുട്ടികളെ പിങ്ക് സ്കീം പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലൂ സ്കീം പഠിപ്പിക്കുക. കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡുകളാണ് ഈ ഒരു ബ്ലൂ സ്കീമിൽ വരിക കേട്ടോ. കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡുകള് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ? ബ്ലൂ സ്കീമിന്റെ ഡെഫിനിഷൻ എത്രയേ ഉള്ളൂ? ആ പ്രോഗ്രാം വരെയുള്ളൂ. അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ബ്ലൂ സ്കീം. പേപ്പർ കാണുന്നുണ്ടോ? ഓക്കെ, അതായത് ഇതിനകത്ത് നമ്മൾ ചില സൗണ്ടുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്ല്, സ്റ്റ്, ഡ്ര്, പ്ല്, ഫ്ല്, അങ്ങനെ തുടങ്ങിയ ബ്ലെൻഡ് ആയിട്ടുള്ള, അതായത് 2 കൺസണന്റ് സൗണ്ടുകൾ ചേർന്ന്. എന്താണ് ലാസ്റ്റ് വൺ പിങ്ക് ആണ്? ലാസ്റ്റ് വൺ അല്ല, ഫസ്റ്റ് ആണ് പിങ്ക് സ്കീം, രണ്ടാമത്തേതാണ് ബ്ലൂ സ്കീം കേട്ടോ. അതല്ല, ഈ എഴുതിയതിൽ ലാസ്റ്റ് ക്ലിപ്പ് കഴിഞ്ഞിട്ട് പിങ്ക് ആണ് കേട്ടോ. കുറെ ഉണ്ട്, ഞാൻ കുറെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ നമുക്കിത് കാണിക്കാനുള്ള സമയമില്ല.
അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചില കൺസണന്റ്, അതായത് ബ്ലെൻഡ് ആയിട്ടുള്ള രണ്ട് കൺസണന്റ് സൗണ്ടിനെ പ്രൊനൗൺസ് ചെയ്യുന്നു, ബ്ലെൻഡ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ബ്ല്, സ്റ്റ്, ഡ്ര്, പ്ല്, ഫ്ല്. അപ്പോ ഒരു വേർഡ് ഞാൻ പറഞ്ഞുതരാം. ഫ്ലാഗ് എന്ന് പറയുന്ന വേർഡ്, ഫ്ലാഗ് എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുക? അതിന്റെ ആദ്യത്തെ രണ്ട് കൺസണന്റ് സൗണ്ടിനെ ബ്ലെൻഡ് ചെയ്തിട്ടല്ലേ പ്രൊനൗൺസ് ചെയ്യുക? ഫ്ലാഗ്, 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 ഫ്ലാഗ്. അതുപോലെ സ്റ്റോപ്പ്, സ്റ്റോപ്പ് എഴുതിക്കോളൂ കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ എഴുതിക്കോളൂ. സ്റ്റോപ്പ്, സ്റ്റോപ്പ് എങ്ങനെയാ? സ്റ്റ് വരുന്നില്ലേ? ഓക്കെ. ദെൻ അടുത്തത് ക്ലിപ്പ്, ക്ലിപ്പ് പറഞ്ഞേ നിങ്ങൾ. ആദ്യത്തെ രണ്ട് സൗണ്ട്സിനെ ബ്ലെൻഡ് ചെയ്ത് പറഞ്ഞേ. ഓക്കെ. ദെൻ ഫ്രോഗ്, ഫ്രോഗ്. അപ്പൊ ഇത്തരത്തില് രണ്ട് കൺസണന്റ് സൗണ്ട്സിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബ്ലൂ സ്കീമില് കുട്ടികളെ വേർഡ്സ് പഠിപ്പിക്കുക. ക്ലാപ്പ്. ഓക്കെ, അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ബ്ലൂ സ്കീം. അപ്പൊ ബ്ലൂ സ്കീമിന്റെ ഇതെന്ന് പറഞ്ഞാല് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഈ വിൻഡ് എന്നുള്ള എന്നുള്ളതാണോ? വിൻഡ് വിൻഡ് വിങ് എന്നൊക്കെ ഉള്ളത് ആണോ? വ് ആണ് വരിക കേട്ടോ. രണ്ട് കൺസണന്റ് അല്ലേ? അല്ല, ഒരു അതിനകത്ത് മിക്സഡും വരുന്നുണ്ട്, കൺസണന്റും വരുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് രണ്ട് കൺസണന്റ് സൗണ്ടിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. അത് നോക്കി വെച്ചാൽ മതി. ഓക്കെ. ദെൻ അടുത്തതാണ് ഗ്രീൻ സ്കീം കേട്ടോ. ഗ്രീൻ സ്കീം. അപ്പൊ പിങ്ക് സ്കീമും ബ്ലൂ സ്കീമും മനസ്സിലായല്ലോ? മനസ്സിലായി അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഗ്രീൻ ആണോ മാം? ഗ്രീൻ സ്കീം ആണ് കേട്ടോ. Third level of Montessori reading program. Third level of Montessori reading program. ഇതെന്ന് പറഞ്ഞാല് പിങ്ക് സ്കീമിൽ നിന്നും ബ്ലൂ സ്കീമിൽ നിന്നും വ്യത്യാസപ്പെടുത്തി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് പഠിക്കും കേട്ടോ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഗ്രീൻ സ്കീമില് പഠിക്കുന്നത്. ഇതിനകത്ത് രണ്ട് ലെറ്റർ ചേർന്ന് പുതിയ സൗണ്ട് ഉണ്ടാകുന്നു. ഗ്രീൻ സ്കീമില് രണ്ട് ലെറ്റേഴ്സ് ചേർന്ന് പുതിയ സൗണ്ട് ഉണ്ടാകുന്നു. ഓക്കെ, ഒന്നും കൂടെ പറയും. ഇതെല്ലാനും ഗ്രീൻ സ്കീം ആകുമ്പോൾ ഗ്രീൻ കളറിലുള്ള പേപ്പറിലാണ് എഴുതുന്നത്, ബ്ലൂ ആകുമ്പോൾ ബ്ലൂ കളറിലുള്ള പേപ്പറിലാണ് എഴുതുന്നത്. അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് വേർഡ്സ് ഏത് സ്കീമിലാണ് പെടുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. തേർഡ് ലെവൽ ഓഫ് മോണ്ടിസോറി റീഡിംഗ് പ്രോഗ്രാം ആണ് ഗ്രീൻ സ്കീം. ഇതിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ വേർഡ്സ് ആണ് പഠിക്കുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പഠിക്കുക. ഇതിൽ രണ്ട് ലെറ്റർ ചേർന്ന് പുതിയ സൗണ്ട് ഉണ്ടാകുന്നു. രണ്ട് ലെറ്റർ ചേർന്ന് പുതിയ സൗണ്ട് ഉണ്ടാകും. ഓക്കെ ഓക്കെ. ഇപ്പൊ രണ്ട് ലെറ്റർ ചേർന്ന് പുതിയ സൗണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നു അല്ലെ? ഇവിടെ നോക്കിയാ നിങ്ങള് ആദ്യം ഞാൻ എന്താ എഴുതിയിരിക്കുന്നേ? ഫിഷ് ഫിഷ്. ഫിഷ് ആണ് ആദ്യം എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫിഷ്. നിങ്ങളൊന്ന് നോക്കി ഇതിനകത്ത് ഫിഷ്. പിന്നെ രണ്ടാമത് എന്താ എഴുതിയിരിക്കുന്നേ? അല്ലേ? അത് നോക്കിയാ നിങ്ങള് ഏത് വാക്ക് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്? ഷ് അല്ലേ? അപ്പൊ അതൊന്ന് എഴുതുക കേട്ടോ. SH കൊടുത്തിട്ട് ഷ് എന്ന് എഴുതുക. എന്നിട്ട് ഫിഷും ഷിപ്പും എഴുതുക. SH എന്ന് കൊടുക്കുക, ഷ് എന്ന് അതിന്റെ തൊട്ടടുത്തായിട്ട് എഴുതുക. ദെൻ ഫിഷ് കോമ ഷിപ്പ്. ദെൻ അടുത്ത വേർഡ് ഞാൻ പറയാം. ചോപ്പ്, മച്ച്. CHOP, ചോപ്പ്.
CHOP ചോപ്പ് കോമ മച്ച്. എന്താ ച് ആണ് കേട്ടോ. ചോപ്പ് കോമ മച്ച്. CHOP ചോപ്പ് കോമ MUCH മച്ച്. ഓക്കെ, ചെക്ക്. അപ്പൊ നമുക്ക് ഒരേപോലുള്ള വേർഡ്സിനെ നമുക്ക് കമ്പൈൻ ചെയ്യാം ഇങ്ങനെ എടുത്തിട്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ലെറ്റേഴ്സ് നിങ്ങൾ ഒന്ന് വേർഡ്സ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, കുറെ അധികം വേർഡ്സ് ഇനിയും ഉണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞ രണ്ട് ലെറ്റർ ഞാൻ പറയാം. ദിസ് കോമ ദാറ്റ്. ഏതാ? ദിസ് കോമ ദാറ്റ്. ഇനി അടുത്തത് സി കോമ ട്രീ. CSEE കോമ ട്രീ. ഏതാ? ഓക്കെ. ഇനി അടുത്തത് റെയിൻ കോമ പെയിൻ. റെയിൻ കോമ പെയിൻ. PAIN. പഠിച്ചോ നിങ്ങള്? പഠിച്ചോ? ഇതാണ് ഗ്രീൻ സ്കീം കേട്ടോ. ഓക്കെ, അടുത്തത് സീയുടെ കൂടെ എന്താ പറഞ്ഞത്? സി കോമ ട്രീ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ലൈറ്റ് കോമ ഹൈറ്റ്. റെയിൻ കോമ പെയിൻ വരുമ്പോ എയിൻ എന്നുള്ള 3 ലെറ്റർ വരത്തില്ലേ? ഏതാണ്? റെയിൻ എയിൻ എന്നല്ലേ ലാസ്റ്റ്? റെയിൻ അപ്പൊ 3 ലെറ്റർ വരത്തില്ലേ? പിങ്ക് സ്കീമിൽ ഒഴിച്ച് ബാക്കി ബ്ലൂ സ്കീമിലും ഗ്രീൻ സ്കീമിലും ഒക്കെ 3 or 4 ലെറ്റർ വരാം. അതായത് 3ൽ കൂടുതൽ ലെറ്റേഴ്സ് വരാം കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല, പറയാനായിട്ട്. കോംപ്ലക്സ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കോംപ്ലക്സ്. എന്താണ്? കൊറേ ടൈം എടുക്കോ? കുട്ടി കച്ചറ ആക്കണ്ട, അപ്പൊ ഞാൻ ഒന്ന് ലീവ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ കഴിയും, തീർന്നു കേട്ടോ. ഇപ്പൊ കഴിയും. അപ്പൊ ലൈറ്റ് ഹൈറ്റ് ഏതാണ് വരിക? ഐ ആണ് കേട്ടോ. ഐ. ഓക്കെ. അപ്പോ ഇത് കുട്ടികൾക്ക് കൂടുതൽ ഞാൻ പറഞ്ഞു. പിങ്ക് സ്കീം ആകുമ്പോൾ 3 ലെറ്റർ വേർഡ് ആണ്. ഗ്രീൻ സ്കീമും ബ്ലൂ സ്കീമും അതിൽ കൂടുതൽ, അതായത് മോർ, അതായത് 3 or 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ 4 or 5 ഒക്കെ ലെറ്റർ എന്ത് ചെയ്യാം ഈ ഒരു ഗ്രീൻ സ്കീമിലും ബ്ലൂ സ്കീമിലും വരാം. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് ഇത് കൂടുതലായിട്ട് ഗ്രീൻ സ്കീം കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആകുന്നത് കുട്ടികളുടെ ഫ്ലുവൻസി മെച്ചപ്പെടും. അതുപോലെ തന്നെ കൂടുതൽ വേർഡ്സ് അവർക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതാണ് പ്രത്യേകത കേട്ടോ. ഓക്കെ, അപ്പൊ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 1.5 മണിക്കൂർ കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഞാൻ മാക്സിമം തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ PGയിലുള്ള ആളുകൾക്ക് എന്നോട് ചോദിച്ചാൽ മതി, അവര് കോൺടാക്ട് ചെയ്തോളൂ. അവരുടെ അടുത്ത് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ അതൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ സമയം പരിമിതി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. താങ്ക് യു. ക്ലാസ് റൂമിൽ ഇടണേ. ക്ലാസ് റൂമിൽ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. ഇല്ല, എക്സാമിനൊന്നും വരില്ല കേട്ടോ. ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഓക്കെ, ഡിപ്ലോമ ക്ലാസ് ഇനി ഉണ്ടോ? എന്താണ്? മോർണിംഗ് സെക്ഷൻ മാം ഇനി വരുമോ ചോദിക്കാം. ഇല്ല, ഇനി വരില്ല. ഇതിപ്പോ നിങ്ങൾക്ക് പ്രാക്ടിക്കല് വരുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇത് പെട്ടെന്ന് പറഞ്ഞു തന്നത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും ശ്രദ്ധിക്കുക. പ്രാക്ടിക്കൽസിന് വരുന്ന ആളുകള് നിങ്ങൾക്ക് മൂവബിൾ ആൽഫബറ്റ്സ് തരും. കാണിച്ചിട്ടുണ്ട് ഇവിടെ മിസ് മൂവബിൾ ആൽഫബറ്റ്സ്? ഇല്ല. ചിലപ്പോ കാണിക്കുമായിരിക്കും. മൂവബിൾ ആൽഫബറ്റ്സ് തരുന്ന സമയത്ത്
ഇത്തരത്തിൽ, അതായത് ഞാനിപ്പോ കുറച്ച് വേർഡ്സ് പറഞ്ഞില്ലേ, അത് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. പിങ്ക് സ്കീമോ ബ്ലൂ സ്കീമിൽ വരുന്ന കുറച്ച് വേർഡ്സ് ഒക്കെ പറഞ്ഞു തന്നില്ല, അത് വെച്ചിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം.